47 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയുടെ 6-ാം അധ്യായമായ ധ്യാനയോഗ ശ്ലോകങ്ങൾ. മലയാള അർത്ഥസഹിതം ഇവിടെ കേൾക്കാം. നമ്മുടെ മനസ്സ് എന്നത് എന്താണെന്നും അതിനെ നിയന്ത്രിക്കേണ്ട വിധങ്ങളും, ആത്മനിയന്ത്രണ ധ്യാനരീതിയിലൂടെ സമാധാന ജീവിതം നയിക്കേണ്ട വിധങ്ങളും ഭഗവാൻ പറഞ്ഞത് എന്താണെന്നു ഇവിടെ മനസ്സിലാക്കാം. अथ षष्ठोऽध्यायः। श्रीभगवानुवाच अनाश्रितः कर्मफलम् कार्यम् कर्म करोति यः स सन्न्यासी च योगी च न निरग्निर्न चाक्रियः। ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യമായ കർമ്മം ആര് ചെയ്യുന്നുവോ അവൻ സന്യാസിയും യോഗിയുമാണ്. അല്ലാതെ അഗ്നിഹോത്രാദികളെ ചെയ്യാത്തവനും കർമ്മത്തെ ഉപേക്ഷിച്ചു സ്വസ്ഥനായിരിക്കുന്നവനുമല്ല. സന്യാസമിതി പ്രാഹുഃ യോഗം സം വിദ്ധി പാണ്ഡവ ന ഹ്യസന്ന്യസ്തസങ്കൽപഃ യോഗേ ഭവതി കശ്ചന. ഹേ പാണ്ഡവ, സന്യാസമെന്നു പറയുന്നത് ഏതോ അതുതന്നെയാണ് യോഗമെന്നറിയുക. ഫലേച്ഛ വിടാതെ ഒരാളും യോഗിയായിത്തീരുന്നില്ല. ആരുരുക്ഷോർമുനേര്യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. കർമ്മയോഗത്തെ പ്രാപിക്കുവാനിച്ഛിക്കുന്ന മുനിക്ക് കർമ്മം മാർഗമെന്നു പറയപ്പെടുന്നു. പിന്നീട് യോഗസിദ്ധി നേടിക്കഴിഞ്ഞ അവൻ ശമം കാരണമെന്നും പറയപ്പെടുന്നു. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപസന്ന്യാസീ യോഗാരൂഢസ്തദുച്യതേ. വിഷയങ്ങളിലും കർമ്മങ്ങളിലും ആസക്തിയില്ലാതെ എല്ലാ മനോവ്യാപാരവും ത്യജിച്ചവനെ യോഗാരൂഢൻ, അതായത് യോഗത്തെ പ്രാപിച്ചവൻ എന്നു വിളിക്കുന്നു. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ റിപുരാത്മനഃ. ഒരുവൻ തന്നെ സ്വയം ഉദ്ധരിക്കേണ്ടതാണ്, തന്നെ സ്വയം താഴ്ത്തരുത്. താന് തന്നെയാണ് തന്റെ ബന്ധു, താന് തന്നെയാണ് തന്റെ ശത്രുവും. ബന്ധുരാത്മാത്മനഃ സത്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. യാതൊരുവൻ സ്വയം തന്നെ ജയിച്ചിരിക്കുന്നുവോ അവനു താന് തന്നെ തന്റെ ബന്ധുവാണ്. തന്റെ മേൽ നിയന്ത്രണമില്ലാത്തവൻ താന് തന്നെ ശത്രുവിനെപ്പോലെ ശത്രുത്വത്തിൽ വർത്തിക്കുന്നു. ചിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. മനോജയം സിദ്ധിച്ചവനും പ്രശാന്തമായിരിക്കുന്നവനും ആത്മാവ് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും അതുപോലെ മാനാപമാനങ്ങളിലും ഏറ്റവും സംഭാവനയോടുകൂടിയവനും അധ്യാത്മജ്ഞാനവും ശാസ്ത്രജ്ഞാനവും കൊണ്ടു സംതൃപ്തനും നിർവികാരനും ഇന്ദ്രിയജയം നേടിയവനും മൺകട്ട, കല്ല്, സ്വർണം ഇവ തുല്യമായി ഗണിക്കുന്നവനുമായ യോഗി യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു. സുഹൃന്മിത്രായുദാസീനഃ മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു
साधुष्वपि च पापेषु समबुद्धिर्विशिष्यते സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, വെറുക്കപ്പെടേണ്ടവർ, ബന്ധുക്കൾ, ഇവരിലും നല്ലവരിലും പാപികളിലും സംബുദ്ധിയായിരിക്കുന്നവന് വിശിഷ്ടനാകുന്നു. योगे युञ्जेत सततम् आत्मानं रहसि स्थितः एकाकीयत चित्तात्मा निराशीरपरिग्रहः. യോഗി വിജനതയിൽ സ്ഥിതി ചെയ്ത് ഏകാകിയും ഇന്ദ്രിയമനസ്സുകളെ നിയന്ത്രിച്ച് നിഷ്കാമനും ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തവനുമായി സർവദാ ആത്മാവിനെ യോജിപ്പിക്കണം. श्रुतौ देशे प्रतिष्ठाप्य स्थिरमासनमात्मनः नात्युच्छ्रितम् नातिनीचम् शैलाजिनकुशोत्तरम् तत्रैकाग्रम् मनः कृत्वा यतचित्तेन्द्रियक्रियः उपविश्यासने युञ्ज्यात् യോഗമാത്മവിശുദ്ധയേ. ശുചിത്വമുള്ളിടത്ത്, അധികം ഉയർച്ചയോ അധികം താഴ്ചയോ ഇല്ലാത്തതും, ദർഭപ്പുല്ല്, കൃഷ്ണമൃഗത്തിന്റെ തോൽ ഇവ മേൽക്കുമേൽ വിരിച്ചതുമായ തന്റെ ഇരിപ്പിടം സ്ഥിരമാക്കി അതിലിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കി മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ നിരോധിച്ച് ആത്മശുദ്ധിക്കുവേണ്ടി യോഗം അഭ്യസിക്കണം. സമം കായശിരോ ഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ അശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तः യുക്ത ആസീത മത്പരഃ. ശരീരം, കഴുത്ത്, തല ഇവ ഇർജുവാക്കി ഇളകാതെ വച്ച് സ്ഥിരമായി തന്റെ നാസികാഗ്രത്തിൽ ദൃഷ്ടിയൂന്നി ദിക്കുകളിലേക്ക് നോക്കാതെ മനഃശാന്തിയോടെ നിർഭയനായി ദൃഢമായ ബ്രഹ്മചര്യത്തോടു കൂടിയവനായി മനസ്സിനെ നിയന്ത്രിച്ച് എന്നിൽ തന്നെ ഉറപ്പിച്ച് എന്നെ മാത്രം ചിന്തിക്കുന്നവനായി യോഗയുക്തനായി സ്ഥിതി ചെയ്യണം. ജന്മേവം സദാത്മാനം യോഗേ നിയതമാനസഃ ശാന്തിം നിർവാണ പരമാ മത്സംസ്ഥാം അധിഗച്ഛതി. ഇപ്രകാരം യോഗി സർവദാ മനോനിയന്ത്രണത്തോടെ തന്നെ യുക്തനാക്കിയിട്ട്, അതായത് ഈശ്വരനിൽ താദാത്മ്യഭാവന ചെയ്ത് എന്നിൽ പ്രതിഷ്ഠിതവും പരമനിർവാണ രൂപവുമായ ശാന്തി പ്രാപിക്കുന്നു. നാത്യശ്നതോസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ഹേ അർജുന, അധികം ആഹാരം കഴിക്കുന്നവനും ഒട്ടും ആഹാരം കഴിക്കാത്തവനും യോഗമില്ല. അധികം ഉറങ്ങുന്നവനും എപ്പോഴും ഉണർന്നിരിക്കുന്നവനും യോഗം സംഭവിക്കുകയില്ല. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. വേണ്ടയളവിൽ മിതമായി ആഹാരവും വിഹാരവും നിർവഹിക്കുന്നവനും പ്രവൃത്തികളിൽ സമചിത്തതയോടെ വ്യാപരിക്കുന്നവനും ഉറക്കവും ഉണർന്നിരിക്കലും ഉചിതമായ അളവിൽ നിർവഹിക്കുന്നവനുമായ യോഗിക്ക് യോഗം ദുഃഖനാശകമായിത്തീരുന്നു. വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യഃ യുക്ത ഇത്യുച്യതേ തദാ. എപ്പോൾ സ്ഥിരമായിത്തീരുന്ന ചിത്തം സർവകാമങ്ങളിൽ നിന്നും അകന്ന് ആത്മാവിൽ തന്നെ ഉറച്ചുനിൽക്കുന്നുവോ, അപ്പോൾ അവന് യുക്തനെന്നു പറയപ്പെടുന്നു.
तथा दीपो निवातस्थः नेङ्गते सोपमा स्मृता यत चित्तस्य युञ्जतो योगमात्मनः. കാറ്റില്ലാത്തിടത്ത് സ്ഥിതി ചെയ്യുന്ന ദീപത്തിന്റെ നിശ്ചലാവസ്ഥയാണ് ആത്മയോഗം അഭ്യസിക്കുന്ന മനോനിയന്ത്രണമുള്ള യോഗിയുടെ ഉപമയായി സ്മരിക്കപ്പെടുന്നത്. യത്രോ പരമത്തെ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യത്തെ തം വിദ്യാ ദുഃഖസംയോഗ വിയോഗം യോഗസഞ്ജിതം സ നിശ്ചയേന യോക്തവ്യഃ യോഗോ നിർവിണ്ണ ചേതസാ. ഏതവസ്ഥയിൽ നിയന്ത്രിതമായ മനസ്സ് യോഗപരിശീലനത്താൽ സന്തുഷ്ടമായിരിക്കുന്നുവോ? ഏതവസ്ഥയിൽ ആത്മാവിനെ ആത്മാവിൽ ആത്മാവുകൊണ്ടു ദർശിച്ച് സന്തോഷം കൈക്കൊള്ളുന്നുവോ? ഏതവസ്ഥയിൽ ബുദ്ധിഗ്രാഹ്യവും ഇന്ദ്രിയാതീതവുമായ ആത്യന്തിക സുഖത്തെ അറിയുന്നുവോ? ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവൻ സത്യദർശനത്തിൽ നിന്നും വിചലിക്കുന്നില്ലയോ? ഏതൊന്ന് ലഭിച്ചിട്ട് മറ്റൊരു ലാഭത്തെ അതിൽ കവിഞ്ഞതായി ഗണിക്കുന്നില്ലയോ? ഏതോരവസ്ഥയിൽ സ്ഥിതനായാൽ വലിയ ദുഃഖത്താൽ പോലും ശോഭമേൽക്കുന്നില്ലയോ? അതാണ് ദുഃഖസ്പർശമില്ലാത്ത യോഗമെന്ന് അറിയണം. തളരാത്ത മനസ്സോടെ സ്ഥിരനിശ്ചയത്തോടുകൂടി ആ യോഗം അഭ്യസിക്കണം. കൽപപ്രഭവാൻ കാമാ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സങ്കല്പജനിതങ്ങളായ എല്ലാ കാമങ്ങളും പൂർണ്ണമായി ത്യജിച്ച് മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ എല്ലായിടത്തുനിന്നും നിയന്ത്രിച്ച് ഒതുക്കി ക്രമേണ ധൈര്യം തികഞ്ഞ ബുദ്ധിയോടുകൂടി വർത്തിക്കണം. മനസ്സ് ആത്മാവിലുറപ്പിച്ച് മറ്റൊന്നും ചിന്തിക്കാതെയിരിക്കണം. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടെ നിന്നെല്ലാം അതിനെ പിൻവലിച്ച് ആത്മാവിൽ തന്നെ ഉറപ്പിക്കണം. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. ഇളക്കമറ്റ മനസ്സോടുകൂടിയവനും രജോഗുണം അടങ്ങിയവനും നിഷ്പാപനും ബ്രഹ്മതാദാത്മ്യം പ്രാപിച്ചവനുമായ ഈ യോഗി ഉത്തമമായ സുഖത്തെ പ്രാപിക്കുന്നു. യുഞ്ജന്നേവം സദാത്മാനം യോഗേ വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഇപ്രകാരം എപ്പോഴും യോഗമഭ്യസിക്കുന്നവനും പാപമറ്റവനുമായ യോഗി നിഷ്പ്രയാസം ആത്യന്തികമായ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. സർവഭൂതസ്ഥമാത്മാനം
സർവഭൂതാനി ചാത്മനി ഈക്ഷത്തെ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. യോഗത്തിൽ ഉറച്ച മനസ്സോടു കൂടിയവനും എല്ലായിടത്തും സമദൃഷ്ടിയുള്ളവനുമായ യോഗി തന്നെ എല്ലാ പ്രാണികളിലും എല്ലാ പ്രാണികളെയും തന്നിൽ തന്നെയും ദർശിക്കുന്നു. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യാതൊരുത്തൻ എന്നെ എല്ലായിടത്തും കാണുകയും എല്ലാത്തിനെയും എന്നിലും കാണുകയും ചെയ്യുന്നുവോ അവൻ എന്നിൽ നിന്നും ഞാൻ അവനിൽ നിന്നും ഒരിക്കലും പിരിയുന്നില്ല. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗീ മയി വർത്തത്തെ. ഏതൊരുവൻ ഏകത്വബോധം നേടി എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന എന്നെ ഭജിക്കുന്നുവോ ആ യോഗി എങ്ങനെയെല്ലാം ഇരുന്നാലും എന്നിൽ തന്നെ വർത്തിക്കുന്നു. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സ യോഗീ പരമോ മതഃ. ഹേ അർജുന, എല്ലാവരിലുമുള്ള സുഖമായാലും ദുഃഖമായാലും തന്റേതിനൊപ്പമായി കാണുന്ന യോഗി ഏറ്റവും ശ്രേഷ്ഠനാണെന്നതാണ് എന്റെ അഭിപ്രായം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, സമചിത്തത ലക്ഷണമായി ഏതൊരു യോഗമാണോ അങ്ങ് പറഞ്ഞത്? എന്റെ മനസ്സിന്റെ ചാഞ്ചല്യം നിമിത്തം അതിനു സുസ്ഥിരമായ നിലനിൽപ്പ് ഞാൻ കാണുന്നില്ല. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാഥി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. എന്തെന്നാൽ ഹേ കൃഷ്ണ, മനസ്സ് ചഞ്ചലവും ശുദ്ധവും നിയന്ത്രണത്തിന് വഴങ്ങാത്തതും അയവില്ലാത്തതുമാണ്. അതിന്റെ നിയന്ത്രണം വായുവിന്റെതെന്ന പോലെ ദുഷ്കരമായി ഞാൻ കരുതുന്നു. ശ്രീഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യത്തെ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ മഹാബാഹോ, നിസ്സംശയമായും മനസ്സ് നിയന്ത്രിക്കാൻ വിഷമമുള്ളതും ചഞ്ചലവുമാണ്. എന്നാൽ കുന്തിപുത്ര, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് നിയന്ത്രണവിധേയമാക്കപ്പെടുന്നു. അസംയതാത്മനാ യോഗഃ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതതഃ ശക്യോ വപ്തുമുപായതഃ. വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാനാവാത്തവൻ യോഗസിദ്ധി ലഭിക്കാൻ വിഷമമാണ് എന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ നിയന്ത്രിച്ചിത്തനും ശരിയായ ഉപായമനുസരിച്ച് യത്നിച്ചാൽ യോഗപ്രാപ്തി സാധ്യവുമാണ്. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതഃ യോഗാച്ചലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാംഗതിം കൃഷ്ണ ഗച്ഛതി. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ശ്രദ്ധയോടെ ശ്രമിച്ചിട്ടും യോഗപരിശീലനത്തിൽ മനസ്സുറക്കാതെ യോഗിയായി കഴിഞ്ഞിട്ടില്ലാത്തവൻ യോഗലക്ഷ്യം നേടാതെ ഏത് ഗതിയെ പ്രാപിക്കും?
कच्चिन्नो भयविभ्रष्टः छिन्नाभ्रमिव नश्यति अप्रतिष्ठो महाबाहो विमूढो ब्रह्मणः पथि. ഹേ മഹാബാഹോ, ബ്രഹ്മമാർഗത്തിൽ നിന്ന് തെറ്റി എങ്ങുമുറയ്ക്കാതെ ലൗകിക മാർഗം, യോഗമാർഗം, ഈ രണ്ടിലും സ്ഥാനമില്ലാതെ ഛിന്നഭിന്നമായ മേഘം പോലെ അവൻ നശിക്കുകയില്ലേ? एतन्मे संशयं कृष्ण छेत्तुमर्हस्य शेषतः त्वदन्यः संशयस्यास्य छेत्ता न ह्युपपद्यते. ഹേ കൃഷ്ണ, എന്റെ ഈ സംശയത്തെ നിശ്ശേഷം അങ്ങു തീർത്തുതരേണ്ടതാണ്. ഈ സംശയം പരിഹരിക്കാൻ അങ്ങല്ലാതെ മറ്റൊരാൾ യോഗ്യനായില്ല. भगवानुवाच पार्थ नैवेह नामुत्र विनाशस्तस्य विद्यते न हि कल्याणकृत् कश्चित् दुर्गतिं तात गच्छति. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, അവനു ഈ ലോകത്തിൽ വിനാശം ഇല്ല തന്നെ, പരലോകത്തുമില്ല. കുഞ്ഞേ, നല്ലത് ചെയ്യുന്ന ഒരുവൻ ഒരിക്കലും ദുർഗതി പ്രാപിക്കുന്നില്ല. प्राप्य पुण्यकृतां लोकान् उषित्वा शाश्वती समाः शुचीनां श्रीमतां गेहे योगभ्रष्टोऽभिजायते. യോഗസിദ്ധി നേടാത്തവൻ പുണ്യവാന്മാരുടെ ലോകത്തിൽ ചെന്നു ദീർഘകാലം വാണിട്ടു. ശുദ്ധമനസ്കരും അശ്വര്യുക്തരുമായവരുടെ കുടുംബത്തിൽ ജനിക്കുന്നു. सवा योगिनामेव कुले भवति धीमताम् एतद्धि दुर्लभतरम् लोके जन्म यदीदृशम्. അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ യോഗികളുടെ കുലത്തിൽ തന്നെ ജനിക്കുന്നു. ലോകത്തിൽ ജന്മം ലഭിക്കാൻ അത്യന്തം പ്രയാസമാണ്. ത്രതം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. കുരുവംശജനായ അർജുന, ഈ ജന്മത്തിൽ മുജ്ജന്മത്തിലെ സംസ്കാരം ലഭിക്കുന്നു. അതുകൊണ്ട് വീണ്ടും യോഗസിദ്ധിക്കായി യത്നിക്കുകയും ചെയ്യുന്നു. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഃ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. മുജ്ജന്മത്തിലെ ആ അഭ്യാസം കൊണ്ടു മാത്രം താൻ അറിയാതെയാണെങ്കിലും അവൻ യോഗസാധനയിലേക്ക് നയിക്കപ്പെടുന്നു. യോഗരഹസ്യമറിയാൻ ആഗ്രഹിക്കുന്നവൻ പോലും ശബ്ദബ്രഹ്മത്തെ, അതായത് വൈദിക കർമാനുഷ്ഠാനങ്ങളെ അതിക്രമിക്കുന്നുണ്ട്. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരംഗതിം. തീവ്രമായി പരിശ്രമിക്കുന്ന യോഗിയാകട്ടെ പാപം നീങ്ങി അതിനുശേഷം അനേക ജന്മങ്ങൾ കൊണ്ടു സിദ്ധനായി പിന്നീട് പരമമായ ഗതിയെ പ്രാപിക്കുന്നു. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. കർമ്മയോഗി തപസ്വികളെക്കാൾ ശ്രേഷ്ഠനാണ്. അയാൾ ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണെന്നാണ് എന്റെ പക്ഷം. യോഗി കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെക്കാളും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അർജുന, നീ യോഗിയായി തീരുക. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സമേ യുക്തതമോ മതഃ. സകല യോഗികളിലും വച്ച്
എന്നിൽ ഉറച്ച മനസ്സോടെ ശ്രദ്ധാപൂർണനായി ആർ എന്നെ ഭജിക്കുന്നുവോ അവനാണ് എന്റെ അഭിപ്രായത്തിൽ അത്യന്തം ശ്രേഷ്ഠൻ.